ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പോൾ കുറച്ചധികമായിട്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. വ്ളോഗ് അപ്ലോഡ് ആക്കാമെന്നൊക്കെ കരുതിയിട്ട്, പക്ഷേ എടുക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ല. എന്തെല്ലോ കാര്യങ്ങളായിട്ട് അങ്ങനെ ബിസി ആയിപ്പോയി. അങ്ങനെ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഒരുമിച്ചിട്ട് ഞാനിതൊരു വ്ളോഗാക്കിയതാണ് കേട്ടോ. നമ്മൾ നിബിദിനത്തിൻ്റെ അന്ന് തൊട്ട് അന്ന് വരെയുള്ള വ്ളോഗാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതില്ലേ, ഇന്നല്ല, ആ വീഡിയോ എടുക്കുന്ന അന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അംഗൻവാടിക്ക് പോയതിന് മോനെ അമൃതപ്പൊടി കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര പാടാണ്. ആ ടേസ്റ്റ് അങ്ങനെ പിടിക്കുന്നില്ല, പക്ഷെ എന്നാലും അങ്ങനെ നിർബന്ധിച്ച് കൊടുക്കുക. ഈ ഒരു ഇത് ഞാൻ ക്ലിപ്പ് ചെയ്യാൻ കാണിച്ചത് എന്താണെന്നറിയോ, ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കിയതിന് നല്ല രസമുണ്ട്. ഞാൻ വന്നപ്പോഴേക്കും ഷെസ് എണീറ്റുണ്ടായിന്. പോനെ സോപ്പിടാൻ മിഠായിയൊക്കെ വാങ്ങി അങ്ങനെ കൊടുത്ത് നിൽക്കുകയും എടുത്ത് എറിയാണ്. എന്ന പാടെ തന്നെ കുറച്ച് നേരം എൻ്റെ കൂടെയൊക്കെ കഴിച്ചിരിക്കുക. ഇപ്പം അടുപ്പിച്ച് അവന് പനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പനി മാറി 2 ദിവസം കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം വീണ്ടും പനിക്ക്. ഇപ്പം മരുന്ന് കുടിക്കാനേ നേരമുള്ളൂ. കുടിക്കാൻ ആദ്യമൊക്കെ മടിയുണ്ടായിരുന്നു കേട്ടോ, ഇപ്പം ശീലമായി. അവനെ പിടിച്ചു കൊടുക്കാൻ നിന്നാൽ ഓൻ കുടിക്കില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ കളിപ്പിച്ച് ഓരോ രീതിക്ക് അങ്ങനെ കൊടുക്കുന്നത് നല്ലത്. മറ്റേന്ന് നമ്മൾ പിടിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും അവന് തുപ്പിക്കളയും. ഇങ്ങനെ ഇടവിട്ട് പനി വരുമ്പോൾ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. പിന്നെ എല്ലാവരും പറയും 1-2 വയസ്സാകുന്ന വരെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക, പെട്ടെന്ന് പനി വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ 3-4 ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങളൊക്കെ ഒരുമിച്ച് ജസ്റ്റ് 1 മാസം ഡിസ്റ്റൻസിൽ അങ്ങനെ ഡെലിവറി കഴിഞ്ഞതാണ്. അപ്പോൾ അവരിങ്ങനെ പറയും പനി എപ്പോൾ വിളിക്കുകയാണെങ്കിലും പനിയാണ് അല്ലെങ്കിൽ ജലദോഷമാണ്, എപ്പോൾ വിളിച്ചാലും അത് പറയാനേ ഞങ്ങൾക്ക് എല്ലാവർക്കും നേരമുള്ളൂ. ഞങ്ങൾക്ക് 4 ആൾക്കും പരസ്പരം വിളിച്ചാൽ ഇങ്ങനെ കുട്ടിൻ്റെ ഇതായിട്ട് പറയാനേ നേരമുള്ളൂ. എന്ത് കാട്ടിയത് പിന്നെ ഇത് എന്താ എനിക്ക് ഓർമ്മയില്ല, ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ വോയിസൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ വീഡിയോ ആഡായത് ഞാൻ കണ്ടിട്ടതും. ഇതേമാതിരി ഇന്നോ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു, എനിക്ക് ഓർമ്മയില്ല. വലിയ താത്ത വീട്ടിലേക്ക് വന്ന സമയത്ത് അങ്ങനെ വീഡിയോ എടുത്തേനോ. ഇതൊക്കെ എന്തിനാണ് ഞാൻ എടുക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെ കാണിക്കുള്ളൂ കേട്ടോ ജസ്റ്റ്. പിന്നെ അന്ന് രാവിലെ കഴിക്കാനുണ്ടായിരുന്നത് പൊറാട്ടയും ബീഫിനും കേട്ടോ. ഈ ബീഫിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഷോർട്സായിട്ടാണ് ഞാൻ ആഡാക്കിയിരിക്കുന്നത്. കുറച്ച് ദിവസമായി, ഞാൻ പറഞ്ഞില്ലേ, കുറച്ചധികം ദിവസമായി ഇപ്പോൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അങ്ങനെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിപ്പോൾ ഞാൻ മോനെ ഷെസുവിനെ വാക്സിൻ അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ. അപ്പോൾ വീട്ടിലാരുമില്ല. അപ്പോൾ കുട്ടികളെ സ്കൂൾക്ക് വണ്ടി വരുന്ന ടൈമിൽ ഞങ്ങൾ ആ ടൈം നോക്കിയിട്ട് ഇറങ്ങിയതാണ്. 3-ാം മാസം 3.5 വാക്സിൻ അടിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് 9 മാസമായി. ഇതുപോലെ നമ്മൾ വാക്സിൻ അടിക്കാനാവുന്ന ടൈമിൽ ഇതുപോലെ പനിയും കാര്യങ്ങളും വരും. ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസം പനിച്ചിട്ടില്ലെങ്കിൽ 3-ാമത്തെ ദിവസം പനിയാകും. പിന്നെ 3-4 ദിവസം അങ്ങനെ നീണ്ടുക്കും. പിന്നെ 2 ദിവസം ഉണ്ടല്ലോ, അങ്ങനെ നീണ്ടു പോയി. എത്രയോ നീണ്ടുപോയി. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സിനോടൊക്കെ അതിനെ പറ്റിയിട്ടോ.
അവിടുന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ് വീണ്ടും ഞാൻ വാക്സിൻ ചെയ്യാൻ പോയത്. മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി ഡോക്ടറെ കാണിക്കണമെന്ന് എന്ന് കരുതിയിട്ട് അങ്ങനെ കാണിച്ചിട്ടാണ് പോയത്. ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാൻ പേടിയാണ്. അപ്പോൾ അങ്ങനെയാണ്. അവിടെ എത്തി വാക്സിനേഷൻ്റെ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം അവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കര തിരക്കായി. പിന്നെ വാക്സിൻ കഴിഞ്ഞാലും മോന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളായിട്ട് തിരിച്ചു പോന്നു. പിന്നെ അന്ന് ഉച്ചയ്ക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഉണ്ടാക്കിയ ആ ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും ഫേവറേറ്റ് ഇതുപോലെ നല്ലപോലെ കുരുമുളക് ഇട്ടാണ്ട് ബീഫ് വെക്കുന്ന കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മാങ്ങയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അച്ചാറിട്ട് അങ്ങനത്തെ അതും ഉണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിയും ചീരുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചില്ലേ ഏട്ടത്തി വന്ന ആ ടൈമിനെടുത്ത വീഡിയോ ആണെന്നുള്ള, അന്ന് ഓൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്. കുറച്ച് മിഠായികൾ ഗൾഫ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ആക്രാന്തത്തോടെ പൊളിച്ചത് ഈ ഒരു കുനാഫയാണ്. ഇവിടുന്ന് ഇന്ത്യൻ ഇവിടെ ഉണ്ടാക്കുന്നത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഗൾഫ് ദുബായ് ചോക്ലേറ്റ് കുനാഫ കഴിച്ചിട്ടില്ലേനു കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ. ദുബായ് കുനാഫ ചോക്ലേറ്റ് കഴിച്ചിട്ടുള്ളതിനും. പിന്നെ വേറെ 2-3-4 ഐറ്റംസ് ഉണ്ടായിരുന്നു. ജോണി ക്രോക്കർ എന്നാണ് ഇതിൻ്റെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല ക്യൂട്ട് പേര്. പിന്നെ ഇതാ ഈ ഒരു ക്യാരമലിൻ്റെ ഒരു ചോക്ലേറ്റ് ഉണ്ട്. ഇത് ചെറിയൊരു ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് വരില്ല, ഭയങ്കര മധുരമായിരുന്നു. ആ ക്യാരമൽ അകത്തുള്ളതുകൊണ്ടാണ്, ചോക്ലേറ്റ് ഉണ്ട് ഇതിനകത്ത്, ചോക്ലേറ്റ് കോട്ടിങ് ഉണ്ട് എന്ന് പോലും മനസ്സിലാവണില്ല. കാരണം അത്രയ്ക്ക് ക്യാരമലിൻ്റെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് അന്നത്തെ വീഡിയോ കേട്ടോ. പിന്നെ ഇത് വാക്സിനേഷൻ കഴിഞ്ഞിട്ട് രാത്രിയത്തെ അവസ്ഥയിൽ ഉറക്കമൊന്നുമില്ല, ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. പിന്നെ ഈ വീഡിയോ അത് കഴിഞ്ഞ് ഓണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടത്. ഷെസും ഞാനും ഉമ്മയും മാത്രമുള്ളതിന് ബാക്കിയുള്ളവർക്ക് ഓണപ്പരിപാടി ഓരോരുത്തരുടെ ഫ്രണ്ട്സുടെ വീട്ടിലും അങ്ങനെയൊക്കെ ആയിട്ട് പോയി. പിന്നെ ഞങ്ങളൊറ്റയ്ക്ക് ഉള്ളതിന് അപ്പം സാധനം മേടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഉപ്പ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ നിന്ന്. അപ്പോൾ റെസ്റ്റൊക്കെ എടുത്ത് തിരിച്ച് പോകുന്ന സമയത്ത് കൂട്ടത്തിൽ ഞങ്ങൾക്ക് പോകാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. ഫോണും പിടിച്ച് നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് കരുതി രണ്ടാളും കുറച്ച് നേരം ഇങ്ങനെ ഫോട്ടോ പോസ് ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉപ്പച്ചി വീണ്ടും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോ മാറിയിടണ്ട. ഞാൻ പോയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് അങ്ങനെ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ വലിയ താത്താൻ്റെ മോൾക്ക് ബിനുവിന് വേണ്ടിയിട്ടുള്ള സ്കേർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഓളെ കൂടെയുള്ള കുട്ടികളൊക്കെ ജീൻസിൻ്റെ സ്കേർട്ട് ഉണ്ട് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ കിടന്നിട്ട്. അപ്പോൾ അങ്ങനെ അവൾക്ക് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഷെസുവിന് പിന്നെ ആണുങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓലിങ്ങനെ കൊണ്ടിങ്ങനെ നടക്കും കളിപ്പിക്കുന്നൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആണുങ്ങൾ കണ്ടാൽ അങ്ങോട്ട് ചാടും എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാവരുടെ അടുത്തേക്കും അങ്ങനെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ പോവും. അങ്ങനെ ഈ ഒരു സ്കേർട്ടാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇതിന് ബട്ടൺസ് കാര്യങ്ങളൊന്നുമില്ല. ഈ നടുഭാഗത്ത് സെൻട്രലായിട്ട് ഈ ബട്ടൺസ് വരുന്ന ടൈപ്പ് സ്കേർട്ടാണ് കിട്ടേണ്ടിയെന്ന്, പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഈ ഒരു ബ്ലാക്ക് എടുത്തു അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞാൽ ഞാൻ ഈ ക്യാൻഡീസിലോട്ട് വന്നിട്ടോ. ഇതിൽ നമ്മളെ കാഷ്യൂമില്ല, കാഷ്യൂം ചീസിൽ മസാല അങ്ങനെ ചേർത്തിട്ട് ഒരു കാഷ്യൂമുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി.
വിടില്ല ഞാൻ. പിന്നെ ഉപ്പ കുറച്ച് നെല്ലിക്ക മേടിച്ചിട്ടുണ്ട് കേട്ടോ, പച്ച നെല്ലിക്കയിന്ന് ഒന്നെടുത്താണ്ട് ഉപ്പ കടിച്ചതിന്. അപ്പോൾ ഉപ്പ കഴിക്കുന്ന കണ്ടിട്ട് ഓനിങ്ങനെ നോക്കിന്ന് അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കിയതേന് കേട്ടോ. നെല്ലിക്ക ദൂരമൊന്നും കൊടുത്തു നോക്കില്ല, ടേസ്റ്റ് അറിയില്ല. ഭയങ്കര രസമായിട്ടായിരുന്നു. പിന്നെ കൊടുക്കുമ്പോഴൊക്കെ വേണ്ട വേണ്ട എന്നുള്ള രീതിക്ക് തലയൊക്കെ ഇങ്ങനെ ആട്ടി കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഉപ്പ കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീടെത്തുന്നതിന് മുമ്പ് ഞാനൊരു ബേക്കറിയിൽ കയറിയിട്ട് അവിടെ നിന്ന് ഈ ഒരു ചോക്കോ ബ്രൗണി ഇത് മേടിച്ചു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ റെഡ് കളർ ചെയ്യുന്നു ആദ്യമൊക്കെ വന്നിട്ടുണ്ടല്ലേ, റെഡ് കളറുള്ള പാക്ക്. ഇപ്പം അതൊന്നും വരുന്നില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സോഫ്റ്റാണ്. ഇത് കുറച്ച് ഭയങ്കര ഹാർഡാണ്, പക്ഷെ എന്നാലും ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ കഴിക്കുകയാണ്. പിന്നെ ഞാൻ ഒരു ഐസ്ക്രീം നോക്കി, പക്ഷെ എനിക്ക് ഇതും ഇതേമാതിരി ഇഷ്ടപ്പെട്ട ഐസ്ക്രീം അല്ല കിട്ടിയത്. പക്ഷേ തണുപ്പെന്തെങ്കിലുമൊക്കെ അപ്പം കഴിക്കാനൊരാഗ്രഹം വന്നപ്പം അങ്ങനെ ഞാൻ ഈ ഒരു കിവിൻ്റെ ഒരു ഐസ്ക്രീം മേടിച്ചു. ഞാൻ ഫ്ലേവറൊന്നും നോക്കിയിട്ടില്ലേനു കേട്ടോ, കാരണം മോനിൻ്റെ കയ്യിലുണ്ട്, മോനും ഉറങ്ങിയെന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, സാധനം എടുക്കുന്നുണ്ട്, അങ്ങനെയായിരുന്നു. അപ്പോൾ ഭയങ്കര രസമുണ്ട്. ഇത് ഫ്ലേവർ കുൽഫിൻ്റെ, യെസ്, കുൽഫിൻ്റെ ഫ്ലേവറിലുള്ള ഐസ്ക്രീമേനു. പിന്നെ ഇതുപോലത്തെ കുറച്ച് 1-2 ചോക്ലേറ്റിൻ്റെതും സ്ട്രോബെറിൻ്റെ റോളും കൂടി എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു റോളും കൂടി, ഷവർമൻ്റെ റോളും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിൽ പോകലാണ്. മോന് കയ്യിൽ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കില്ല, വീട്ടിലെടുക്കലും സാധനം മേടിക്കലും എല്ലാം കൂടി കഴിക്കില്ലായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ പാടന്നെ ഇതാ റോഡിലൂടെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു നബിദിനം വന്നിരുന്നു. ഓണമല്ലേ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളെ ഭാഗത്തൊക്കെ നബിദിനത്തിൻ്റെ പരിപാടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുട്ടികളുടെ ചെറിയൊരു റാലി പോയിട്ടുണ്ട്. പോയി കുറുമ്പാട്ടുണ്ടാ? ഒരു ചോക്ലേറ്റിൻ്റെ റോള്
ഓന് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് തിന്നിട്ട് ഓനെന്നെ മത്ത് പിടിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ഒഴിവാക്കി. എമ്മ ഇത് നബിദിനത്തിൻ്റെ അന്നത്താണ് കേട്ടോ. ഓള് കുറച്ച് നേരം മദ്രസ പോയി. ഓള് മദ്രസ പോകുന്നില്ല, പക്ഷേ താത്താൻ്റെ മക്കളുടെ കൂടെ ഒക്കെ ഓളൊന്ന് ജസ്റ്റ് പോയിക്കാണ്ട് ഇങ്ങ് പോകുന്നു. ഒരുപാട് നടക്കാൻ ഓളെ കൊണ്ട് കഴിയൂല. പിന്നെ റാലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഓൻ്റെ ഓരോരോ കളികളും കണ്ടങ്ങനെ ഇരിക്കുകയാണ്. പോകെ പോകെ കുറുമ്പും കാര്യങ്ങളൊക്കെ കുറച്ചിങ്ങനെ കൂടുന്നുണ്ട്. എന്തായാലും ശരിയാവേക്കും. പിന്നെ ഇത് റാലിയൊക്കെ വന്ന് ഇവിടെ എത്താനായപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. പിന്നെ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇങ്ങനെ പോയി. നെക്സ്റ്റ് വ്ളോഗ് ഇൻഷാ അല്ലാഹ് അപ്ലോഡാക്കുക. മെയിൻ കാരണം എന്താ വെച്ചാൽ വീഡിയോ എടുക്കുക വ്ളോഗിന് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കുക എന്നൊക്കെ ഒന്ന് കരുതി സ്റ്റാർട്ടാക്കും ഫോണൊക്കെ. പക്ഷേ കുറേ അങ്ങ് എടുക്കുമ്പോഴേക്കും പിന്നെ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളും അങ്ങനെ എന്തെല്ലോ ആയിട്ട് വീഡിയോ അങ്ങ് സ്റ്റോപ്പാക്കും. പിന്നെ ആ ഒരു ബിസി കാര്യങ്ങളായിട്ട് അങ്ങനെ അവിടെ പോവും. ഇൻഷാ അല്ലാഹ് ഇനി വീഡിയോ അപ്ലോഡാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.